ഞങ്ങൾ CPM പ്രവർത്തിക്കുന്നവർ പരസ്പരം വിളിക്കുക സഖാവേ എന്നാണ്. കോൺഗ്രസ്സുകാർ പരസ്പരം കണ്ടാൽ അഭിസംബോധന ചെയ്യുന്ന പദമാണോ ഇത്? ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇത് അംഗീകരിക്കും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിളിക്കൽ എന്ന് പറഞ്ഞത് ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിക്കും. കേരളത്തിൽ ഒരുപാട് സീനിയർ കോൺഗ്രസ് നേതാക്കന്മാരില്ലേ, അവർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം? ഇങ്ങനെയാണോ അഭിസംബോധന ചെയ്യുക? പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഇങ്ങനെയാണോ അഭിസംബോധന ചെയ്യുക? അപ്പോൾ ഇതൊക്കെ വളരെ കാര്യങ്ങൾ വ്യക്തമാണ്. BJPക്ക് എതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല. അതുകൊണ്ടാണ് ഒരു MP പോലും KPCC പ്രസിഡന്റ് പേര് BJP സംസ്ഥാന പ്രസിഡന്റ് പേരായി പറഞ്ഞു മാറിപ്പോയത്. പത്തനംതിട്ട MPക്ക് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് K. സുരേന്ദ്രൻ എന്ന് വിളിച്ചത്. അത് തെറ്റിപ്പോയതാകാം. പക്ഷേ എന്തുകൊണ്ടങ്ങനെ വരുന്നു? രണ്ടുപേരുടെയും പ്രസ്താവനകൾ എടുത്തു നോക്കൂ. ഈ കഴിഞ്ഞ 2 കൊല്ലം BJP പ്രസിഡന്റിന്റെയും കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെയും പ്രസംഗം എടുത്ത് പരിശോധിച്ചാൽ 2 പേരുടെയും പ്രസ്താവനകളും പ്രസംഗങ്ങളും ആന്റി CPM ആന്റി LDF മാത്രമാണ്. BJPക്കെതിരെ എന്തെങ്കിലും K. സുധാകരൻ മിണ്ടിയിട്ടുണ്ടോ? മിണ്ടുന്നുണ്ടോ? ഇല്ല. അപ്പം ഇത് കോൺഗ്രസിലൊരു MPക്ക് പോലും ഇപ്പോൾ ആളെ മാറിപ്പോയിരിക്കുകയാണ്. ആരാണ് KPCC പ്രസിഡന്റ് എന്ന് മാറുകയാണ്. കേരളത്തിലെ BJPയുടെ ഒരു സംസ്ഥാന ഘടകം എങ്ങനെയാണ് BJPയുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ പ്രവർത്തിക്കേണ്ടത് എന്ന് BJPയുടെ ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നു. അതിലും മനോഹരമായിട്ടാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും BJPയുടെ രാഷ്ട്രീയം കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത്. അതാണ് പൊതുവേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യം. UDF ഇപ്പോൾ ഒരു പ്രതിസന്ധിയായിട്ട് ലീഗിന്റെ 3ാം സീറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ലീഗിന് 3ാമതൊരു സീറ്റിന് അർഹതയുണ്ടെന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് നേതാക്കൾ മുതൽ സംസ്ഥാന നേതാക്കൾ വരെ പറയുന്നുണ്ടെങ്കിലും ആ അർഹതയുള്ളത് കൊടുക്കാനുള്ള തയ്യാറുമല്ല. ഇപ്പോൾ കൊച്ചിയിൽ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗാണ്. ലീഗിന് ഈ രീതിയിൽ പോകാൻ പറ്റും എന്താണ് തോന്നുന്നത്? അല്ല, അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. ലീഗിന് 3 സീറ്റ് കൊടുക്കണോ 4 സീറ്റ് കൊടുക്കണോ 20 കൊടുക്കണോ അല്ലെങ്കിൽ 20 കോൺഗ്രസ് മത്സരിക്കണം എന്നൊക്കെ ആ മുന്നണിയാണ് തീരുമാനിക്കുക. അതിലിപ്പോൾ കയറി അഭിപ്രായം പറയുന്നതിനോട് എനിക്ക് എന്തായാലും താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ 2004 ആവർത്തിക്കുന്ന ഫലമായിരിക്കും. കേരളത്തിലെ 20 സീറ്റിൽ കേരളം 2004 ചിന്തിച്ചത് എങ്ങനെയാണ്? BJPയുടെ നേതൃത്വത്തിൽ വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 5 വർഷം ഭരിച്ചു. ഇനി അവർ വരാതിരിക്കാൻ BJPയുടെ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ കേരളത്തിൽ ഇടതുപക്ഷ അംഗബലം പരമാവധി വർദ്ധിപ്പിക്കണം. ഇതായിരുന്നു ചിന്തിച്ചത്. 2019 കേരളം എങ്ങനെയാണ് ചിന്തിച്ചത്? അന്നൊരു പ്രചരണം നടന്നു. ഒറ്റക്കക്ഷിക്കുള്ള ടൈറ്റ് കോമ്പറ്റീഷനാണ് BJPയും കോൺഗ്രസും തമ്മിൽ. ആരാകും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി? അതിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. കേരളത്തിൽ കോൺഗ്രസിനൊരു സീറ്റ് തോറ്റാൽ അത് BJP ഒറ്റക്കക്ഷിയാവാനുള്ള സാധ്യത വരും. ഇതായിരുന്നു പ്രചരണം. ആ പ്രചരണത്തിൽ വീണുപോയി ഞങ്ങളോട് സ്നേഹമുള്ള പലരും ഔട്ട് ബൂത്തിൽ ഞങ്ങളുടെ സ്ലിപ്പ് വാങ്ങി ആ സ്നേഹം നിലനിർത്തിക്കൊണ്ട് കൈപ്പത്തി ചിഹ്നത്തിൽ 2019 വോട്ട് ചെയ്തു. അത് ഈ പ്രചരണത്തിൽ പെട്ടുപോയിട്ടാണ്. എന്നാൽ അനുഭവത്തിൽ നിന്ന് അവർ പഠിച്ചു. കോൺഗ്രസ് പാർലമെന്റിൽ ഇവിടെ വിജയിച്ചു വന്ന MP മിണ്ടിയിട്ടില്ല. BJPക്കെതിരെ ഒന്നും മിണ്ടാൻ തയ്യാറായിട്ടില്ല. പാർലമെന്റിന്റെ പുറത്തും കോൺഗ്രസ് നിലപാടെടുത്തിട്ടില്ല. ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് 2019 സാഹചര്യം മാറി. 2024 2004 സമാനമാണ് കേരളത്തിൽ വിധി വരാൻ വേണ്ടി പോകുന്നത്. ഇടതുപക്ഷ MPമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക, BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഓരോ സ്റ്റേറ്റിലും മത്സരിക്കും. ഇപ്പോൾ UPയിൽ BJP നേരിട്ട് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസിനോടല്ല, സമാജ്വാദി പാർട്ടിയാണ്. ബീഹാർ എടുത്താലും മഹാരാഷ്ട്ര എടുത്താലും പശ്ചിമബംഗാൾ എടുത്താലും തമിഴ്നാട് എടുത്താലും ഒക്കെ നമുക്ക് കാണാം. കോൺഗ്രസ് ഉള്ള ചില സംസ്ഥാനങ്ങളുണ്ട് BJP ആയിട്ട് നേരിട്ട് ഏറ്റുമുട്ടും. BJPയുമായി കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടുന്നിടത്ത് കോൺഗ്രസ് ജയിക്കട്ടെ. എന്നാൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന BJP മത്സരിക്കുന്ന സീറ്റുകളിലും കോൺഗ്രസ് അല്ല പ്രധാന എതിരാളി. പ്രധാന രാഷ്ട്രീയം ശക്തമായി പറയുന്നതും കോൺഗ്രസ് അല്ല. BJP വിരുദ്ധ രാഷ്ട്രീയം ആ സംസ്ഥാനങ്ങളിൽ അതിശക്തമായി പറയുന്നത് കോൺഗ്രസ് അല്ല. കേരളം എടുത്താൽ കേരളത്തിൽ ശക്തമായി BJP വിരുദ്ധ രാഷ്ട്രീയം പറയുന്നത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് LDFനെ പരമാവധി വിജയിപ്പിക്കുക, പാർലമെന്റിൽ ശക്തമായ ശബ്ദമായി LDFനെ മാറ്റുക. നിങ്ങൾ നോക്കൂ, അംഗങ്ങൾ കുറവാണ്. എന്നാൽ രാജ്യസഭയിലൊക്കെ പെർഫോമൻസ് സഖാവ് എളമരം കരീം എത്ര മനോഹരമായിട്ടാണ് രാജ്യസഭയിൽ BJPക്കെതിരെയുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓരോ രാജ്യസഭ സ്പീച്ച് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാം. സഖാവ് ജോൺ ബ്രിട്ടാസിൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾ നോക്കൂ. അതുപോലെ ഏതെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് MPമാർ BJPക്കെതിരെ ശബ്ദിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇത് പൊതുവേ ജനങ്ങൾ ചിന്തിക്കുന്നു. 2004 2024 അക്കത്തിൽ വ്യത്യാസം, നടുവിലൊരു 2 ഉണ്ട് എന്നുള്ളത് മാത്രമാണെങ്കിൽ 2004 വെർഷൻ 2 ആണ് 2024. നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ, നമുക്ക് കാണാം ഈ എല്ലാ സീറ്റുകളിലും ഇടത് തരംഗമായിരിക്കും. ഇത് പൊതുവെ വിലയിരുത്തി കഴിഞ്ഞാൽ അതുകൊണ്ട്
ഈ തർക്കം UDF-നകത്തുള്ള തർക്കമൊന്നുമല്ല നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം, രാഷ്ട്രീയ വിഷയങ്ങളാണ്. ആ നിലയിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പൊതു ട്രെൻഡ്.